നമസ്കാരം. കേട്ടഡ് സിംപ്ലിഫൈഡ് എന്ന യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ കണ്ടീഷനിങ്ങിൻ്റെ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗം 1 നമ്മളുടെ MCQ ആണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ വീഡിയോയിൽ 15 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് ഈ വീഡിയോയിലെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാവണമെങ്കിൽ ഇന്നലത്തെ ക്ലാസ് കണ്ടതിന് ശേഷം ഇത് കാണുക. രണ്ടാമത്തെ ഭാഗം നമ്മൾ ഉച്ചയ്ക്ക് ശേഷം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഒന്നാമത്തെ ചോദ്യം: ഒരു വ്യക്തിയിൽ ബോധപൂർവം ഉണ്ടാകുന്ന ബിഹേവിയറൽ ചേഞ്ച് എന്ത് വിളിക്കുന്നു? പരിപക്വനം, പഠനം, അനുരൂപീകരണം, നിരീക്ഷണം. ഒരു വ്യക്തിയിൽ ബോധപൂർവം ഉണ്ടാകുന്ന ബിഹേവിയറൽ ചേഞ്ചിനെ ഓപ്ഷൻ ബി പഠനം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശദീകരണം താഴെ നൽകിയിട്ടുണ്ട്. ഒരു വ്യക്തിയിൽ ബോധപൂർവം ഉണ്ടാകുന്ന ശാശ്വതമായ പെരുമാറ്റ മാറ്റങ്ങളെയാണ് പഠനം എന്ന് മനഃശാസ്ത്രപരമായി നിർവചിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം: കുട്ടി സ്കൂളിൽ വരുന്നതിന് മുൻപ് ആർജിക്കുന്ന ശേഷികളിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ ഭക്ഷണം സ്വയം കഴിക്കാൻ അറിയുക, ബി ചെറിയ ചോദ്യങ്ങൾ ചോദിക്കുക, സി അക്ഷരങ്ങൾ തെറ്റില്ലാതെ എഴുതുക, ഡി മുതിർന്നവർ പറയുന്നത് ശ്രദ്ധിക്കുക. ചോദ്യപേപ്പറിൽ എപ്പോഴും വരുന്ന ഒരു ടൈപ്പ് ചോദ്യമാണ് ഉൾപ്പെടുന്നതും ഉൾപ്പെടാത്തതും. ഇവിടെ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ചോദ്യം 2 പ്രാവശ്യം വായിച്ചതിന് ശേഷം മാത്രം ഉത്തരത്തിലേക്ക് പോവുക. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. അക്ഷരങ്ങൾ തെറ്റില്ലാതെ എഴുതുക എന്നുള്ള നൈപുണി. സ്കൂളിൽ വരുന്നതിന് മുൻപ് കുട്ടി നിരീക്ഷണം, അനുകരണം എന്നിവയിലൂടെ ആശയവിനിമയം നടത്താനും ഭക്ഷണം കഴിക്കുവാനും പഠിക്കുന്നുണ്ട്. എന്നാൽ എഴുതുന്നത് സ്കൂളിലെത്തിയ ശേഷമാണ്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. മൂന്നാമത്തെ ചോദ്യം: താഴെ പറയുന്നവയിൽ പഠനം നടക്കുന്ന രീതികളിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ എ നിരീക്ഷണം, ബി അനുകരണം, സി അന്വേഷണം, ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം പഠനം നടക്കുന്ന ഓരോ വഴിയിലൂടെയാണ്. അടുത്ത ചോദ്യം: പാവ്ലോവിൻ്റെ ഏത് മേഖലയിലെ ഗവേഷണത്തിനാണ് 1904 നൊബേൽ സമ്മാനം ലഭിച്ചത്? എ നാഡീവ്യൂഹം, ബി ദഹന വ്യവസ്ഥ, സി ശ്വസന പ്രക്രിയ, ഡി രക്തപരിക്രമണം. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, ദഹന വ്യവസ്ഥ. അഞ്ചാമത്തെ ചോദ്യം: പാവ്ലോവിൻ്റെ നായ പരീക്ഷണത്തിൽ മണിയൊച്ച ഏതു തരം ചോദകമാണ്? ഓപ്ഷൻ എ നിഷ്ക്രിയ ചോദകം അല്ലെങ്കിൽ ന്യൂട്രൽ സ്റ്റിമുലസ്, ബി സ്വാഭാവിക ചോദകം അല്ലെങ്കിൽ നേച്ചുറൽ സ്റ്റിമുലസ്, സി അനുബന്ധിത പ്രതികരണം, ഡി പ്രബലനം അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെന്റ്. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, നിഷ്ക്രിയ ചോദകം അല്ലെങ്കിൽ ന്യൂട്രൽ സ്റ്റിമുലസ് എന്നുള്ളത്. തുടക്കത്തിൽ മണിയൊച്ച ഒരു നിഷ്ക്രിയ ചോദകമായിരുന്നു. ഭക്ഷണവുമായി അനുബന്ധിച്ച ശേഷം അത് അനുബന്ധിത ചോദകമായി മാറുന്നത്. അതാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ. ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതിയാൽ നല്ലതായിരിക്കും. അതേപോലെ ചോദ്യങ്ങളുടെ നിലവാരം എങ്ങനെയുണ്ടെന്നും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ചോദ്യങ്ങൾ മാറ്റി എഴുതാവുന്നതാണ്. ആറാമത്തെ ചോദ്യം: അനുബന്ധിത ചോദകത്തിനു ശേഷം സ്വാഭാവിക ചോദകം നൽകാതിരുന്നാൽ പ്രതികരണം നിലയ്ക്കുന്നതിനെ എന്തു വിളിക്കുന്നു? ഓപ്ഷൻ എ ആവർത്തനം, ബി വിലോപം അല്ലെങ്കിൽ എക്സ്റ്റിങ്ഷൻ, സി പുനഃപ്രാപ്തി, ഡി വിവേചനം. ചോദക വിവേചനമാണ് ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, വിലോപം അല്ലെങ്കിൽ എക്സ്റ്റിങ്ഷൻ. അതിൻ്റെ വിശദീകരണം നൽകിയിട്ടുണ്ട്. മനുശബ്ദം നൽകിയിട്ടും ഭക്ഷണം നൽകുന്നത് തുടർച്ചയായി നിർത്തിയാൽ നായ ഉമിനീർ സ്രവിക്കുന്നത് ക്രമേണ നിർത്തും. ഇതിനെയാണ് വിലോപം അല്ലെങ്കിൽ എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്. ഏഴാമത്തെ ചോദ്യം: വ്യവഹാര മനഃശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ ബിഹേവിയറിസം പിതാവായി അറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ ഇവാൻ പാവ്ലോവ്, ബി BF സ്കിന്നർ, സി ജോൺ ബി വാട്സൺ, ഡി തോണ്ടേക്ക്. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, ജോൺ ബി വാട്സൺ അല്ലെങ്കിൽ JB വാട്സൺ. എട്ടാമത്തെ ചോദ്യം: വാട്സന്റെ അഭിപ്രായത്തിൽ ശിശുവികാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഏതാണ്? ഓപ്ഷൻ എ പാരമ്പര്യം, ഓപ്ഷൻ ബി പരിസരം അല്ലെങ്കിൽ എൻവിയോൺമെൻറ്റ്, ഓപ്ഷൻ സി ബുദ്ധിശക്തി,
ഓപ്ഷൻ ഡി ആരോഗ്യം. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ പരിസരം. ശിശുവികാസത്തിൽ പാരമ്പര്യത്തിനേക്കാൾ വലിയ പങ്ക് പരിസ്ഥിതിക്കും സാഹചര്യങ്ങൾക്കും ഉണ്ടെന്ന് ആര് വാദിച്ചു? വാട്സൺ വാദിച്ചു. 9ാമത്തെ ചോദ്യം, വാട്സൺ തൻ്റെ പ്രശസ്തമായ പരീക്ഷണം നടത്തിയത് ഏത് കുട്ടിയിലാണ്? വാട്സന്റെ പരീക്ഷണത്തിൻ്റെ പേര് എന്തെന്നും ചോദിക്കാം. ഓപ്ഷൻ എ കുഞ്ഞ് ആൽബർട്ട് എക്സ്പെരിമെൻറ്റ്, ബി കുഞ്ഞ് റോബർട്ട്, സി കുഞ്ഞ് പീറ്റർ, ഡി കുഞ്ഞ് വില്യം. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് കുഞ്ഞ് ആൽബർട്ട് എക്സ്പെരിമെൻറ്റ് അല്ലെങ്കിൽ പരീക്ഷണം. അതിൻ്റെ താഴെ വിശദീകരണം നോക്കാം. ഒരു വെളുത്ത എലിയെ കാണുമ്പോൾ വലിയ ശബ്ദമുണ്ടാക്കി കുട്ടിയിൽ ഭയം സൃഷ്ടിക്കുകയാണ് ഈ പരീക്ഷണത്തിൽ വാട്സൺ ചെയ്തത്. ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെൻറ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 10ാമത്തെ ചോദ്യം, ശ്രമ പരാജയ സിദ്ധാന്തത്തിൻ്റെ വക്താവ് ആരാണ്? ട്രയൽ ആൻഡ് എറർ തിയറി ആരുടെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ സ്കിന്നർ, ബി തോണ്ടേക്ക്, സി പാവ്ലോവ്, ഡി വാട്സൺ. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് തോണ്ടേക്ക്. ഒരു ലക്ഷ്യത്തിലെത്താൻ നിരവധി ശ്രമങ്ങളും പരാജയങ്ങളും കഴിഞ്ഞ് ശരിയായ രീതി കണ്ടെത്തുന്ന പ്രക്രിയയാണ് ഇത്. 11ാമത്തെ ചോദ്യം, തോണ്ടേക്കിൻ്റെ പരീക്ഷണത്തിൽ ഉപയോഗിച്ച ജീവി ഏതാണ്? ഇതും മുൻവർഷങ്ങളിൽ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. ഇവരെല്ലാവരുടെയും പരീക്ഷണത്തിന് ഉപയോഗിച്ച ജീവികളുടെ പേര് നമ്മൾ ആ വീഡിയോയിൽ ഇന്നലെ രാത്രി അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഞാൻ കമൻറ്റ് ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് ഇട്ടേക്കാം. തോണ്ടേക്കിൻ്റെ പരീക്ഷണത്തിന് ഉപയോഗിച്ച ജീവി ഓപ്ഷൻ എ നായ, ബി പ്രാവ്, സി എലി, ഡി പൂച്ച. ശരി ഉത്തരം ഡി ആണ് പൂച്ച. ഒരു വിശന്ന പൂച്ചയെ പ്രശ്നപേടകത്തിൽ അല്ലെങ്കിൽ പസിൽ ബോക്സിൽ ഇട്ടിട്ടാണ് തോണ്ടേക്ക് പരീക്ഷണം നടത്തിയത്. 12ാമത്തെ ചോദ്യം, തോണ്ടേക്കിൻ്റെ ഏത് നിയമമാണ് പഠിക്കാൻ കുട്ടികളെ സജ്ജരാക്കുക എന്നതിന് ഊന്നൽ നൽകുന്നത്? ഓപ്ഷൻ എ ആവർത്തന നിയമം, ബി ഫല നിയമം, സി സന്നദ്ധതാ നിയമം, ഡി അനുബന്ധ നിയമങ്ങൾ. പഠിക്കാൻ സജ്ജമാക്കുക എന്നത് ഓപ്ഷൻ സി സന്നദ്ധതാ നിയമമാണ്. പഠന പ്രവർത്തനത്തിന് ഒരാൾ ശാരീരികവും മാനസികവുമായി സന്നദ്ധനായിരിക്കുമ്പോഴാണ് ഫലം ലഭിക്കുകയുള്ളൂ എന്ന് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അതാണ് ഓപ്ഷൻ സി സന്നദ്ധതാ നിയമം. 13ാമത്തെ ചോദ്യം, അഭ്യാസം കൊണ്ട് നൈപുണികൾ വികസിക്കുന്നു. ഇത് ഏത് നിയമമാണ്? എ ആവർത്തന നിയമം അല്ലെങ്കിൽ ലോ ഓഫ് എക്സസൈസ്, ബി സന്നദ്ധതാ നിയമം, സി ഫല നിയമം, ഡി പരിണാമ നിയമം. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് ആവർത്തന നിയമം. ചോദകവും പ്രതികരണവും തമ്മിലുള്ള ബന്ധം ആവർത്തനത്തിലൂടെ ദൃഢമാകുന്നു എന്നതാണ് ഈ നിയമം പറയുന്നത്. 14ാമത്തെ ചോദ്യം, ഒരു പ്രവർത്തനത്തിൻ്റെ ഫലം സന്തോഷദായകമാണെങ്കിൽ അത് പഠനത്തെ പ്രേരിപ്പിക്കുന്നു എന്ന് പറയുന്ന നിയമം ഏതാണ്? എ ആവർത്തന നിയമം, ബി ഫല നിയമം അല്ലെങ്കിൽ ലോ ഓഫ് എഫക്റ്റ്, സി സന്നദ്ധതാ നിയമം, ഡി ദ്വിതീയ നിയമങ്ങൾ. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് ഫല നിയമം അല്ലെങ്കിൽ ലോ ഓഫ് എഫക്റ്റ്. പഠന പ്രവർത്തനത്തിൻ്റെ ഫലം ആഹ്ലാദദായകരമാണെങ്കിൽ പഠനം കൂടുതൽ ഉറയ്ക്കുമെന്ന് ഫലനിയമം വ്യക്തമാക്കുന്നു. 15ാമത്തെ ചോദ്യം, പ്രവർത്തന അനുബന്ധന സിദ്ധാന്തത്തിൻ്റെ അല്ലെങ്കിൽ തിയറി ഓഫ് ഓപ്പറന്റ് കണ്ടീഷനിങ്ങിൻ്റെ വക്താവ് ആര്? എ തോണ്ടേക്ക്, ബി സ്കിന്നർ, സി പാവ്ലോവ്, ഡി വാട്സൺ. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് ബി എഫ് സ്കിന്നർ. പ്രതികരണം ഉണ്ടായാൽ ഉടൻ ചോദകം നൽകി പഠനത്തെ ബലപ്പെടുത്തുന്ന രീതിയാണിത്. റെസ്പോൺസ് സ്റ്റിമുലസ് ബന്ധം ആണ് അവിടെ സൂചിപ്പിക്കുന്നത്, RS ബന്ധം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ. അപ്പോൾ ഇനി അടുത്ത 15 ചോദ്യം ഇന്ന് 3 മണിക്ക് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.